സൗദിയിൽ ട്രോളിംഗ് നിരോധനം നീങ്ങി ആഴക്കടലിൽ മത്സ്യബന്ധനം ആരംഭിച്ചതോടെ വിപണിയും സജീവമായി. കിഴക്കൻ സൗദിയിലെ പ്രധാന മത്സ്യവിപണികളിൽ ഒന്നായ ഖത്തീഫിൽ ഇപ്പോൾ ചെമ്മീൻ ചാകരയുടെ കാലമാണ്. സ്വദേശികൾക്കൊപ്പം നൂറുകണക്കിന് മലയാളി പ്രവാസി തൊഴിലാളികളും വ്യാപാരികളും ജോലി ചെയ്യുന്ന ഇടം കൂടിയാണിത്. മത്സ്യബന്ധന വിപണന രംഗത്ത് സൗദിയുടെ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തിപ്പോരുന്ന മാർക്കറ്റുകളിലൊന്നാണ് കിഴക്കൻ സൗദിയിലെ ഖത്തീഫ്. ട്രോളിംഗിന് ശേഷം ചെമ്മീൻ ചാകരയുടെ ദിനങ്ങളാണ് ഇവിടെ. തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഏറെ പ്രതീക്ഷ പകരുന്ന ദിനങ്ങൾ. പക്ഷേ ഇത്തവണ പ്രതീക്ഷിച്ചത്ര ചെമ്മീൻ വരവില്ലെന്ന് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നവർ പറയുന്നു. തുടക്കത്തിൽ ഒരു 3-4 ദിവസം നല്ല ചെമ്മീനുമൊക്കെ വന്നു, കുറേ വലിപ്പമുള്ളതൊക്കെ ആയിരുന്നു. അന്നേരമൊക്കെ ബോക്സിനൊക്കെ 700, 750, 800 റേഞ്ചിനൊക്കെ പോയി. 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെമ്മീൻ തീരെയില്ല, വളരെ കുറവായി. പിന്നെ വളരെ ചെറിയ ചെമ്മീനുമായി, കരിക്കാടി അതുപോലത്തെ കറുത്ത ചെമ്മീനായി. പിന്നെ നെമ്മീനൊക്കെ ആണെങ്കിൽ ഇപ്രാവശ്യം കുറവാണ്. പിന്നെ ദുബൈയുടെയും യമൻ്റെയൊക്കെ സാധനം വരുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. മത്സ്യങ്ങളുടെ വരവിൽ കുറവ് നേരിട്ടു. ഇതോടെ വിലയിൽ വലിയ വർധനവുമുണ്ടായി. ഒപ്പം വിപണിയിലെ സജീവതയും കുറഞ്ഞു. എങ്കിലും സാധാരണക്കാർക്കുള്ള ഇനങ്ങൾ ഉണ്ട്. മൊത്തത്തിൽ മീൻ വളരെ കുറവാണ്. ഇപ്പോൾ ലഭ്യത വളരെ കുറവാണ്. മീൻ നല്ല വിലയുണ്ട്. എല്ലാ മീനും, ചെമ്മീൻ മാത്രമല്ല, എല്ലാ മീനും വളരെ വില കൂടുതലാണ്. എല്ലാ ശരിയാണെങ്കിലും അപ്പോൾ അയക്കോറാണെങ്കിലും എല്ലാ മീനും നല്ല വിലക്കാണ് പോണത്. ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ ചെമ്മീൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല വലിയ ചെമ്മീനൊക്കെ നല്ല വില കുറച്ച് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 10 ദിവസത്തോളമായിട്ട് വളരെ ചെമ്മീൻ ലഭ്യത വളരെ കുറവാണ്. നല്ല വിലക്കാണ് പോണത്. ഇപ്പോൾ നമുക്കൊന്നും ഇട്ട് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത്യാവശ്യത്തിന് നല്ല വില ഉണ്ട് മാർക്കറ്റിൽ. ചെമ്മീൻ്റെ ലഭ്യത വളരെ കുറവായി എന്നാണ് ലാഞ്ചിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത്. എന്താ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്കും അറിയില്ല. കാലാവസ്ഥാ മാറ്റം വിപണിയെയും മത്സ്യബന്ധനത്തെയും സാരമായി ബാധിച്ചു. ചൂട് കഠിനമായതോടെ കടലിൽ പോകുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായി. ചൂട് കാരണം കൊണ്ട് ലാഞ്ചിക്കാരും ഇല്ലാതെ പോകുന്നില്ല ഇപ്പോൾ, കാരണം വളരെ കുറവാണ്. പിന്നെ ഉള്ള മീനിന് വിലയും കൂടുതലാണ്. ഇപ്പോൾ ഒന്ന് കണ്ടില്ലേ, അരമണിക്കൂർ കൊണ്ട് ലേലമളി കഴിഞ്ഞു, ചെമ്മീൻ മൊത്തം കഴിഞ്ഞു. മുന്നേ കഴിഞ്ഞ സീസണിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ കുറേ വന്നിരുന്നു. നല്ല സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഒരുപാട് ചെമ്മീൻ ഉണ്ടായിരുന്നു, എല്ലാ സൈസും, ജാമ്പു, ചെറുത്, വലുതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്രാവശ്യം അങ്ങനെ കാണാനില്ല. സീസണിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ചെമ്മീനുകളാണ് വിപണിയിൽ എത്തിയത്. ഇത് മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട അടയാളമാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ആദ്യം ചെറുതാണ് വരുന്നത്. ചെറിയ ചെറിയ ചെമ്മീൻ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ടാണ് വലിയ ചെമ്മീൻ വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം നോക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ വലിയ ചെമ്മീനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉൽപ്പാദനമൊക്കെ ഇതിൻ്റെ മുന്നേ തന്നെ നടന്നിട്ടുള്ളൂ ഇപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ചെമ്മീൻ അത്രമായി സുലഭമായിട്ട് കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് സംശയമാണ്. ഓരോ വർഷം കഴിയുന്തോറും മത്സ്യത്തിന്റെ വരവിൽ കുറവ് അനുഭവപ്പെടുന്നു. ആഗോളതലത്തിലുള്ള പരമ്പരാഗത മേഖലയിലെ ഈ പ്രതിഭാസത്തിന് പല കാരണങ്ങളുണ്ട്. പണ്ടൊക്കെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെമ്മീനിൻ്റെ സീസൺ ആകുമ്പോൾ ഒരുപാട് ഐറ്റംസ് മീനുകളും ഉണ്ടാവും, പിന്നെ അതേപോലെ ചെമ്മീനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുരുങ്ങിയതൊരു 2-3 വർഷങ്ങളായി വളരെ മോശമായിട്ടാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ്റെ അവസ്ഥ. അത് കണ്ടില്ലേ, തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുള്ളൂ, ചെമ്മീനും ഇല്ല, ഒന്നുമില്ല, മൊത്തം മീനും കാലിയാണ്, വിലയും കൂടുതലാണ്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പ്രയാസത്തിലാണ് ഇപ്പോൾ മാർക്കറ്റും കാര്യങ്ങളും ബിസിനസ്സും എല്ലാം കൊണ്ടും വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷ ഈർപ്പം അനിയന്ത്രിതമാം വർദ്ധിച്ചു. ഇത് ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എങ്കിലും നിരാശകൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ പുതുതലമുറ സജീവമാണ്. നല്ല ചൂടാണ്. തുടക്കത്തിലെ ചെമ്മീൻ്റെ സീസൺ സ്റ്റാർട്ടിങ് തന്നെ നല്ല ചൂട് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല വലിയ ചെമ്മീനുകൾ, നല്ല നമ്മുടെ സൈസ് കണക്കാണ്. 60, 50, 60, 70 നല്ല സൈസ് തുടക്കം തന്നെ നല്ല വലുത് കിട്ടുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് മാർക്കറ്റിലെ ഭൂരിഭാഗം വരുന്ന മലയാളി പ്രവാസികൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മത്സ്യമെത്തിക്കുന്നവരിൽ പ്രധാനികളും ഇവരാണ്. റിയാദ് ഉൾപ്പെടെ മേഖലയിൽ നിന്നുള്ളവർ മത്സ്യങ്ങൾ ഒന്നിച്ചു വാങ്ങാനെത്തുന്നതും ഇവിടെ തന്നെ. നൗഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.